നമസ്കാരം, ഞാൻ ബൈജുൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം, കാലാകാലങ്ങളായിട്ടുള്ള വാഹനം നോക്കിയാൽ ഏതായിരിക്കും? തീർച്ചയായിട്ടും ഫോക്സ് വാഗൺ പോളോയ്ക്ക് അതിൽ വലിയൊരു സ്ഥാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്കാർ ധാരാളം വാങ്ങിച്ചു കൂട്ടിയൊരു വാഹനമാണ്. ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്നൊരു വാഹനവുമാണ്. നല്ല പോളോ കയ്യിലുള്ള ആരും അത് വിൽക്കുന്നില്ല. അതാണ് അവസ്ഥ. അത്രയും മികച്ച ഒരു മോഡലായിരുന്നു പോളോ. പോളോയുടെ കാര്യത്തിൽ കാര്യമായ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് അവസാനിപ്പിക്കുന്ന കാലത്ത് പോലും, നിർമ്മാണം അവസാനിപ്പിക്കുന്ന കാലത്ത് പോലും. പക്ഷേ എന്നിട്ടും നമ്മൾ വാങ്ങിച്ചു കൂട്ടിയത് അതിൻ്റെ നിർമ്മാണ നിലവാരവും കാണാനുള്ള ഭംഗിയും കൊണ്ടാണ്. കാലാതീതമായ ഒരു ഡിസൈൻ രീതി അതിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 2 കോടി യൂണിറ്റുകളാണ് പോളോയുടേതായിട്ട് വിറ്റഴിഞ്ഞത്. ഒട്ടും മോശമല്ല, ഗംഭീരമായ വിൽപ്പനയാണ് ലോകവ്യാപകമായിട്ട് നടന്നത്. ഒരു കാലത്ത് ഫോക്സ് വാഗൻ്റെ എന്താ പറയുക, ബ്രെഡ് ആൻഡ് ബട്ടർ ആയിരുന്നു ഈ ഒരു മോഡൽ എന്നാണ് പറയുന്നത്. എല്ലാവരും അതുപോലെ വാങ്ങിക്കുന്നു, എല്ലാ ലോകരാജ്യങ്ങളിലും അതുപോലെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പോളോ ജൈത്ര യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2010 മുതൽ 2022 വരെയാണ് ഇന്ത്യയിൽ പോളോ ഉണ്ടായിരുന്നത്. 2022 നന്നായിട്ട് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പ് നമ്മുടെ ഇന്നോവ ഒക്കെ നിർത്തിയ ഒരൊറ്റ നിർത്തായിരുന്നു പോളോ. ഏതായാലും അതിനുശേഷം പോളോ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ പോളോ തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഫോക്സ് വാഗണിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം പോളോയുടെ ഇലക്ട്രിക് മോഡൽ വന്നിരിക്കുന്നു. അതിമനോഹരമായ ലുക്കോട് കൂടിയാണ് പുതിയ പോളോ. ID പോളോ എന്നാണ് അതിൻ്റെ പേര്. ആ പേരിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞു, യൂറോപ്പിൽ അത് എത്തിക്കഴിഞ്ഞു. ID എന്ന് പറയുന്ന ഫോക്സ് വാഗൺ ഇലക്ട്രിക് വാഹനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ID4 എന്ന് പറയുന്ന മോഡലൊക്കെ യൂറോപ്പിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ID പോളോ എന്നാണിപ്പോൾ ഏറ്റവും പുതിയ ഇലക്ട്രിക് പോളോയ്ക്ക് കമ്പനി ഇട്ടിരിക്കുന്ന പേര്. ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ MEB+ എന്ന് പറയുന്ന ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്പിൽ 25,000 ഈ വാഹനത്തിന് വിലയിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 27.76 ലക്ഷം രൂപയ്ക്ക് വാഹനം ഇപ്പോൾ ഈ ഒരു മെയ് മാസത്തിൽ സംഭവം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഏപ്രിൽ ലോഞ്ച് ചെയ്തു, മെയ്യിൽ അതിൻ്റെ വിൽപ്പന ഡെലിവറിയൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രിക് മോഡൽ പോളോയെ പറ്റി നമുക്കൊന്ന് അല്പം സംസാരിക്കാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ID പോളോ കണ്ടു കഴിഞ്ഞാൽ പോളോ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ പോളോയിൽ നിന്നും വലിയ മാറ്റം ഡിസൈനിൽ സംഭവിച്ചിട്ടുമുണ്ട്. ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ പ്യുവർ പോസിറ്റീവ് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ രീതിയിൽ ജനിക്കുന്ന ആദ്യത്തെ വാഹനമാണ് പോളോ. ID പോളോ എന്നാണ് പറയേണ്ടത്. 4054 മില്ലിമീറ്ററാണ് നീളം. അതായത് സബ്ഫോമീറ്റർ വാഹനമല്ല. 2600 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. എന്നാൽ ഗംഭീരമായ വീൽ ബേസ് ഉണ്ട്. ഇൻറ്റീരിയർ സ്പേസ് ഒട്ടും മോശമാകാനുള്ള സാധ്യതയില്ല. പഴയ പോളോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻഭാഗത്ത് കണക്റ്റഡ് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്സ് വാഗൺ ഇലുമിനേറ്റഡ് ലോഗോയും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ടൈറോണിലായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ടൈഗുണിലായാലും എല്ലാം തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലും വന്നിരിക്കുന്നു. ബമ്പറിൽ വലിയ എയർ ഡാം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഗോൾഫിൻ്റെ രൂപമാണ് സൈഡ് പ്രൊഫൈലിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാവുന്ന രീതിയിലാണ് ഡിസൈൻ പോയിരിക്കുന്നത്. എന്തായാലും സൈഡ് പ്രൊഫൈലിൽ ഭംഗിയുള്ള ബോഡി ലൈനുകളും വലിയ അലോയ് വീലുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗോൾഫിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. 19 ഇഞ്ചാണ് ടയർ സൈസ്. പിന്നിൽ LED ലൈറ്റ് ബാറും ഇലുമിനേറ്റഡ് ലോഗോയും ഉണ്ട്. അതുപോലെ തന്നെ റൂഫ് സ്പോയിലർ, ബമ്പർ, ഡിഫ്യൂസർ എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ 13 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്, സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അല്ലാതെ കാര്യമായ ഫിസിക്കൽ സ്വിച്ചുകളൊന്നും കൺസോളിൽ കൊടുത്തിട്ടില്ല. 2 സ്പോക്കാണ് സ്റ്റിയറിംഗ് വീല്, 10 ഇഞ്ച് മീറ്റർ കൺസോൾ സ്ക്രീന്, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ, അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 സ്പീക്കറിൻ്റെ ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം, പനോരമിക് സൺറൂഫ്, 12-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, 441 ലിറ്റർ ബൂട്ട് സ്പേസ് എന്നിവയൊക്കെ ID പോളോ നമുക്ക് തരുന്നുണ്ട്. 37 കിലോ വാട്ടിൻ്റെയും 52 കിലോ വാട്ടിൻ്റെയും 2 ബാറ്ററി പാക്കുള്ള 2 വേരിയൻറ്റുകളാണ് ID പോളോയ്ക്കുള്ളത്. അതിൽ 37 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിന് 116 അതുപോലെ 135 HP മോട്ടറുകളുണ്ട്. 2 ഡിഫറെൻറ്റ് വേരിയൻസ് ആണത്. 329 കിലോമീറ്ററാണ് ഈ രണ്ടിനും റേഞ്ച് കമ്പനി പറയുന്നത്. 23 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകും. എന്നാൽ 52 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് 211 HP മോട്ടറാണുള്ളത്. 454 കിലോമീറ്ററാണ് അതിന് റേഞ്ച് പറയുന്നത്. അതുപോലെ ഈ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിൽ, അതായത് 52 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിൽ ഒരു GT വേരിയൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് 226 HP മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ID പോളോ ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ്. എന്നാൽ ഫോക്സ് വാഗൺ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ഫോക്സ് വാഗൺ ID4 ആയിരിക്കും ആദ്യമായിട്ട് വരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനം എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് അതിനുശേഷം പോളോ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിലെ ചെറു കാറുകളിൽ ഇലക്ട്രിക് മോഡലുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഏറ്റവും അധികം സാധ്യത അത്തരത്തിലുള്ള വാഹനങ്ങൾക്കാണെന്ന് കമ്പനികൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം വിൻഫാസ്റ്റിൻ്റെ VF3 പോലുള്ള വാഹനങ്ങൾ വരാൻ പോകുന്നു. മാരുതിയുടെ ചെറിയൊരു ഇലക്ട്രിക് കാർ വരാൻ പോകുന്നത് കേൾക്കുന്നു. MGയുടെ തന്നെ മറ്റൊരു ചെറിയ ഇലക്ട്രിക് കാർ വരാൻ പോകുന്നു. നമുക്ക് ഇരിക്കുന്ന ഈ കോമറ്റ് അല്ലാതെ മറ്റൊരു ഇലക്ട്രിക് കാർ വരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോളോ തീർച്ചയായിട്ടും ഒരു സാധ്യതയാണ്. 27 ലക്ഷം രൂപയ്ക്ക്
പോളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കും എന്നുള്ളൊരു സംശയമില്ല. അതിനേക്കാളൊക്കെ വില കൂടിയ അതിൻ്റെ GTI മോഡലൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കാര്യമായിട്ടുണ്ട്. തന്നെയുമല്ല കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേസിംഗ് ആണ് ഏറ്റവും പുതിയ ID പോളോയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ID പോളോ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കതിനായിട്ട് ശബ്ദമുയർത്താം. ഭാരത് മാതാ കീ ജയ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സജിത് ഭാസ്കറാണ് നേമത്ത് നിന്നും. പെട്രോളിലെ എത്തനോളിൻ്റെ അളവ് കൂട്ടാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതായി കണ്ടു. അതുകൊണ്ട് നമുക്ക് അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അതിനെക്കുറിച്ച് വിശദമാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോൾ എത്തനോളിൻ്റെ അളവ് 85% കൂട്ടാനും തുടർന്ന് 100% എത്തനോളിൽ ഓടിക്കാനുമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ. ആ ഒരു ശുപാർശ ഇപ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ജനങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം അതിൽ തീരുമാനമെടുക്കും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. അതായത് E85, E100 എന്നൊക്കെ ആയിരിക്കും ഇനി ആ ഇന്ധനങ്ങളുടെ പേര് വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലാണ് 20% എത്തനോളോട് കൂടിയ E20 എന്ന് പറയുന്ന പെട്രോൾ വന്നത്. രാജ്യത്തെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുക, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി കുറയ്ക്കുക. നമ്മുടെ ഗവൺമെൻറ് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ധന ഇറക്കുമതിക്കാണല്ലോ. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇതിനെ കാണേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം ഇറാൻ US യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ധനം കിട്ടാത്തൊരവസ്ഥ വന്നു. അത് നമ്മുടെ പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റേ ഹോർമസ് കടലിടുക്ക് കടത്തി വിടുന്നില്ലല്ലോ കപ്പലൊന്നും. ഇറാൻ ആയാലും അതുപോലെ തന്നെ US ആയാലും വലിയ വെളിവുള്ളവരൊന്നും അല്ല ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഇനി യുദ്ധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇന്ധനത്തിൻ്റെ വരവ് വീണ്ടും നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സ്വയം പര്യാപ്തരാകണം ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എത്തനോളിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് പൂർണ്ണമായും എത്തനോളിൽ ഓടുന്ന വാഹനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷേ പെട്രോൾ മാത്രമല്ല, 100% എത്തനോളോട് കൂടിയ ബയോഡീസലും കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രക്കുകൾക്കുമൊക്കെ അത് തീർച്ചയായിട്ടും ഗുണകരമായ കാര്യമാകും. എന്നാൽ വാഹനങ്ങളെ സംബന്ധിച്ച് കുറേ മെക്കാനിക്കൽ മാറ്റങ്ങൾ വരുത്തണം ഈ എത്തനോളിനെ സ്വീകരിക്കാൻ. അല്ലെങ്കിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടണമെങ്കിൽ കുറേ മെക്കാനിക്കൽ മാറ്റങ്ങൾ എൻജിൻ പാർട്സിലൊക്കെ വരുത്തേണ്ടതുണ്ട്. 2023 ഏപ്രിലിന് ശേഷം നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളാണെങ്കിൽ 20% മുതൽ 30% വരെ എത്തനോൾ കലർന്ന പെട്രോൾ ഓടാൻ തക്കവണ്ണം മെക്കാനിക്കൽ മാറ്റങ്ങൾ ഉള്ളവയാണ് 2023 ഏപ്രിലിന് ശേഷം നിർമ്മിച്ച വാഹനങ്ങൾ. പക്ഷേ 85 തൊട്ട് 100% വരെ എത്തനോൾ ഉപയോഗിച്ച് ഓടണമെങ്കിൽ ഇനിയും കാര്യമായ മാറ്റങ്ങൾ വാഹനങ്ങളുടെ ഈ എൻജിൻ്റെ പാർട്സിലൊക്കെ വരുത്തേണ്ടതുണ്ട്. തന്നെയുമല്ല, പെട്രോളിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഇന്ധനമാണ് എത്തനോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻജിൻ ഔട്ട്പുട്ടും മൈലേജും ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ഈ എൻജിനിൽ വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാം ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കാര്യമായ മാറ്റങ്ങൾ ഈ കമ്പനികൾ എൻജിനിൽ വരുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, പെട്രോൾ പമ്പുകളിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തണം. കാരണം പെട്രോൾ പമ്പുകളിൽ എത്തനോൾ പെട്രോളിനും അതുപോലെ തന്നെ സാധാ പെട്രോളിനും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടാങ്കുകൾ വേണം. അതുപോലെ ഡിസ്പെൻസിങ് മെഷീനുകൾ സെപ്പറേറ്റ് ആയിട്ട് വേണം. അപ്പോൾ കാരണം ഈ 2023 മുമ്പുള്ള വാഹനങ്ങളിൽ ഈ എത്തനോൾ അടിച്ചു കഴിഞ്ഞാൽ ഓടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാഹനങ്ങൾ കോടിക്കണക്കിനുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവയ്ക്ക് ഓടാൻ വേണ്ടി സാധാരണ പെട്രോൾ അടിക്കാനുള്ള ഒരു ഡിസ്പെൻസിങ് മെഷീൻ വേണം. അതോടൊപ്പം തന്നെ എത്തനോൾ കലർന്ന അല്ലെങ്കിൽ 100% എത്തനോളുള്ള വാഹനങ്ങൾ ഓടാനുള്ള ആ വാഹനങ്ങൾക്ക് അടിക്കാനുള്ള എത്തനോളിനുള്ള ഡിസ്പെൻസിങ് മെഷീനും വേണം. കാരണം ഏറ്റവും പുതിയ വാഹനങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വരണം. കാര്യമായ മാറ്റങ്ങൾ അപ്പോൾ വാഹന കമ്പനികളുടെ ഭാഗത്തു നിന്ന് എൻജിൻ്റെ കാര്യത്തിൽ വരണം. അതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പുകൾ അത്തരം മാറ്റങ്ങൾ വരണം. പിന്നെ നമ്മുടെ പെട്രോളിയം കമ്പനികൾ സമൂലമായ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ ഒരു എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എത്തനോൾ നിർമ്മിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമുള്ള വലിയ മാറ്റങ്ങൾ വന്നാൽ മാത്രമേ 100% എത്തനോൾ എന്ന് പറയുന്ന ഈ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്തായാലും 85%ലേക്ക് ഉടനെ എത്തുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. തന്നെയല്ല, മറ്റൊരു ഈയിടെ വായിച്ചത് ലോകത്തിലെ ഏറ്റവും അധികം പരിസ്ഥിതി മലിനീകരണമുള്ള 100 നഗരങ്ങളിൽ 96 ഇന്ത്യയിലാണ് എന്നാണ് കേട്ടത്. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ എത്രയും വേഗം പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കേണ്ടതുണ്ട്. അതിനും നമുക്ക് എത്തനോൾ കലർന്ന പെട്രോൾ ആവശ്യമാണ്. അപ്പം എന്തായാലും എന്താണ് നമ്മുടെ തീരുമാനം എന്നുള്ളത് അറിയിക്കുക. 130 കോടി ജനങ്ങളുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അതിനുശേഷം പെട്രോൾ പതുക്കെ തള്ളി എത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തിലേക്ക് നമ്മൾ എത്തും. അതാണ് എത്തനോളിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സമ്പത്ത് KA ആണ്, കൊല്ലത്ത് നിന്നും. ഞാനിപ്പോൾ MG ZS ആണ് ഉപയോഗിക്കുന്നത്. 3 വർഷമായി. വാഹനം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി തോന്നാൻ തുടങ്ങി. വീണ്ടും ഒരു EV തന്നെ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ ഹ്യുണ്ടായി അയോണിക് 5 വരുന്നതായി കേട്ടു. എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയോണിക് 5 നാളെ ഞാൻ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചിട്ടില്ല, കൂടുതൽ മനസ്സിലാക്കി വരുന്നതുള്ളൂ വാഹനത്തെപ്പറ്റി. എന്തായാലും അയോണിക് 5നെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗോവയിൽ ഹയത്തിൽ ആയിരുന്നു ഇതിൻ്റെ മീഡിയ ഡ്രൈവും ഇതിൻ്റെ ഒരു ലോഞ്ച് ചടങ്ങൊക്കെ. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഈ വാഹനം അയോണിക് 5 തുറന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഇപ്പം ഞങ്ങൾ ഞെട്ടില്ല, കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ഇൻറ്റീരിയർ വന്നു. പക്ഷേ അന്ന് ഈ ഒരു സ്മാർട്ട് ഓഫീസ് സ്പേസ്
പോലെ തോന്നിക്കുന്ന ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയായിരുന്നു. അത് ആദ്യമായിട്ട് വന്ന അയണിക് 5-ലാണ്. അതെനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇരിക്കുന്ന ഗോമറ്റിലടക്കം സ്മാർട്ട് ഓഫീസിൻ്റെ പോലെയുള്ള രീതിയിലുള്ള ഇൻറ്റീരിയറൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിലും ആദ്യമായിട്ട് അയണിക് 5-ലാണ് വന്നതെന്നുള്ളതുകൊണ്ട് തന്നെ അയണിക് 5 എനിക്കൊരു പ്രിയപ്പെട്ട വാഹനമാണ്. ഇപ്പോഴും അതിൻ്റെ ഇൻറ്റീരിയർ നല്ല ഭംഗിയുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അയണിക് 5 വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പുതിയ ബാറ്ററിയും കൂടുതൽ റേഞ്ചും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 72.6 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആയിരുന്നത് 84 കിലോ വാട്ടായിട്ട് വർദ്ധിച്ചു. അങ്ങനെ 690 കിലോമീറ്റർ ആയിട്ട് റേഞ്ചും വർദ്ധിച്ചു. നേരത്തെ 631 കിലോമീറ്റർ ആയിരുന്നു ARI സർട്ടിഫൈ ചെയ്ത റേഞ്ച്. അതിൽ നിന്ന് 631 നിന്ന് 690 വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം റേഞ്ച് നൽകുന്ന EVയുടെ ഗണത്തിൽ ഈ ഒരു വാഹനമുണ്ട്. അയണിക് 5 എന്ന് പറയുന്ന വാഹനവും വരുന്നുണ്ട്. 229 HP ആണ് മോട്ടറിൻ്റെ പവർ, 350 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക്. ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അതായത് ഓൾ വീൽ ഡ്രൈവ് വാഹനമൊന്നുമല്ല. ഫ്രണ്ടിലും മുന്നിലും ബാക്കിലും മോട്ടറൊന്നും കൊടുത്തിട്ടില്ല. പിന്നിൽ മാത്രമേ ആക്സിൽ മാത്രമേ മോട്ടർ കൊടുത്തിട്ടുള്ളൂ. 18 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകും. എന്നാൽ 11 കിലോ വാട്ടിൻ്റെ AC ചാർജറിൽ 7 മണിക്കൂർ, നമ്മൾ വീട്ടിലൊക്കെയാണ് ചാർജ് ചെയ്യുമെങ്കിൽ 7 മണിക്കൂർ കൊണ്ട് 80% ചാർജ് ആകും. കൂടാതെ വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷൻ എന്നും കൂടി ഉണ്ട്. അതായത് നമ്മുടെ മറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസുകൾ, ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അത് ചാർജ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളും, ഇപ്പോൾ ബാർബക്യൂ ഒക്കെ ഉണ്ട്, ഇലക്ട്രിക് ബാർബക്യൂ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ചാർജ് ആക്കാൻ പറ്റും. അപ്പോൾ വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷനായിട്ട് 3.1 കിലോ വാട്ടിൻ്റെ ഔട്ട്പുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്നത് ബൂട്ടിൽ മാത്രമായിരുന്നു ഈ ഒരു ചാർജിങ്ങിനുള്ള പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ റിയർ സീറ്റിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിൻഭാഗത്തൊക്കെ ഇരുന്നിട്ട് ലാപ്ടോപ്പൊക്കെ വറക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. അതൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. മുൻഭാഗത്ത് എക്സ്റ്റീരിയറിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പുതുക്കിയ ബമ്പർ, പുതിയ സ്കിഡ് പ്ലേറ്റ്, അതുപോലെ ബ്ലാക്ക് ആൻഡ് ചെയ്ത ആക്റ്റീവ് എയർ ഫ്ലാപ്പ് എന്നിവയ്ക്ക് എടുത്തു പറയാം. പുതിയ 20 ഇഞ്ചിൻ്റെ അലോയ് വീൽ വന്നു. പിന്നിലും പുതിയ ബമ്പർ വന്നു. പുതിയ റൂഫ് സ്പോയിലർ വന്നു. ടെയിൽ ലാമ്പിൽ പുതിയ ഗാർണിഷ് അങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. കൂടാതെ പുതിയ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, ഇലുമിനേറ്റഡ് 4 ഡോട്ട് ഡിസൈൻ ഉണ്ടല്ലോ, ഈ ലോഗോ, അത് സ്റ്റിയറിംഗ് വീലിൽ അത്തരം കാര്യങ്ങൾ വന്നു. ഉൾഭാഗം മുഴുവനും ബ്ലാക്ക് ആയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ വൈറ്റ് ആയിരുന്നു. വൈറ്റ് ഇൻറ്റീരിയർ ആയിരുന്നു നമ്മൾ ഇതിനെ സ്മാർട്ട് ഓഫീസ് സ്പേസിലേക്ക് അടുപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഫുൾ ബ്ലാക്ക് ആയി. അപ്പം നമുക്ക് കൊണ്ടുനടക്കാൻ എളുപ്പമുണ്ട്. ഫുൾ വൈറ്റ് ആകുമ്പോൾ ചെളി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഫുൾ ബ്ലാക്ക് ആയി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അയണിക് 5 വന്നിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പൂർണ്ണമായ ടെസ്റ്റ് ഡ്രൈവ് കാണാം. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്ന മണിലാൽ CK ആണ്. ഞാൻ 2015 മുതൽ മാരുതി സെലേറിയോ ഉടമയാണ്. ഇപ്പോൾ പുതിയ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ടാറ്റ സിയറ അല്ലെങ്കിൽ മാരുതി വിക്ടോർസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫുൾ ഓപ്ഷനാണ് മനസ്സിലുള്ളത്. വിക്ടോർസിൻ്റെ സ്ക്രീനും അതുപോലെ തന്നെ പിന്നിലെ ഹെഡ് റൂം എനിക്ക് ഇഷ്ടമായില്ല. ടാറ്റ വാങ്ങിയാൽ സർവീസ് മോശമാണെന്ന് എല്ലാവരും പറയുന്നു. പലരും അതിനെപ്പറ്റി പരാതി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് തന്നെയല്ല, മണിയാൽ പെട്ടെന്ന് മറുപടി പറയണം, പെട്ടെന്ന് തീരുമാനം എടുക്കാനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണല്ലോ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം തീർച്ചയായിട്ടും എടുക്കുമല്ലോ. അപ്പോൾ ടാറ്റ സിയറയും അതുപോലെ തന്നെ മാരുതി വിക്ടോർസും, ഈ 2 വാഹനങ്ങളാണ് മണിലാൽ ചോദിച്ചിരിക്കുന്നത്. ടാറ്റ സിയറയുടെ വിൽപ്പന മോശമല്ല കേട്ടോ. സിയറ എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിക് ഒരു സംഭവമാണല്ലോ. മലയാളിയാണ്, നൊക്ലാജിയെ ജീവിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിയറ വന്ന ഉടനെ കുറേ ബുക്കിംഗ് കിട്ടി. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ 3.5 മാസം കൊണ്ട് 30,000 യൂണിറ്റാണ് വിറ്റത് സിയറയുടെ കാര്യത്തിൽ. വില ഒട്ടും കൂടുതലല്ല എന്നുള്ളതാണ് അത്ര വിൽക്കാൻ മറ്റൊരു കാര്യം. 11.49 ലക്ഷം രൂപയിൽ വില ആരംഭിക്കുന്നുണ്ട്. 1 ലക്ഷം യൂണിറ്റുകൾ ഇപ്പം ബുക്കിംഗ് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തന്നെയല്ല EV വരാൻ പോകുന്നു എന്ന് കേൾക്കും. സിയറയുടെ EV വലിയ താമസമില്ലാതെ വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ഇനി മാരുതി വിക്ടോർസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 മാസം കൊണ്ട് 50,000 യൂണിറ്റുകളാണ് വിറ്റത്. ഏപ്രിൽ മാസത്തിൽ 13,000 യൂണിറ്റുകൾ വിക്ടോർസിൻ്റെ ആയിട്ട് വിറ്റു. 70,000 ബുക്കിംഗ് ഇപ്പോൾ പെൻഡിങ് ഉണ്ട് എന്ന് കമ്പനി പറയുന്നു. വില ആരംഭിക്കുന്നത് 10.5 ലക്ഷം രൂപയിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ 2 മോഡലുകളും വലിയ വിജയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാരുതിയുടെയും ടാറ്റയുടെയും വാഹനങ്ങൾ തുടക്കത്തിൽ ഇത്രയൊന്നും അല്ല സാധാരണ വിറ്റ് പോകുന്നത്. കൂടുതൽ വിൽക്കാറുണ്ട്. എന്തായാലും ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇത്രയുമൊക്കെ വിറ്റിട്ടുള്ളൂ എന്നാണ് പറയേണ്ടത്. ഇതിലധികം ബുക്കിങ്ങും വിൽപ്പനയൊക്കെ നേടേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 2 മികച്ച വാഹനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സിയറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിയറയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ അയണിക് 5-ൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല ഗംഭീരമായ ഇൻറ്റീരിയറാണ്. വളരെ വെറൈറ്റി ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. നല്ല ഓടിക്കാനൊക്കെ നല്ല രസമുള്ളൊരു വാഹനവുമാണ്. വിക്ടോർസിൻ്റെ കാര്യത്തിൽ ആകെ എനിക്ക് തോന്നിയത് അതിൻ്റെ പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മുൻഭാഗം ഒക്കെ നല്ല ഭംഗിയുണ്ട്. പകുതി കഴിഞ്ഞ് പിന്നിലേക്ക് വരുമ്പോൾ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം എന്നാണ് പലരും പറയുന്നത്. എനിക്കങ്ങനെ വലിയ പ്രശ്നം തോന്നുന്നില്ല. എങ്കിൽ പോലും എൻ്റെ കുറച്ച് ദിവസത്തേക്ക് മാരുതി ഓടിക്കാൻ തന്നപ്പോൾ എനിക്ക് ആ വാഹനം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ഹാൻഡ്ലിങ് മികവൊക്കെയുള്ള, അതുപോലെ തന്നെ വളരെ നല്ല റോഡ് ഗ്രിപ്പ്, നല്ലൊരു സേഫ്റ്റി ഫീലൊക്കെ ഉള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല സ്പേസും ഉണ്ട്, ഇൻറ്റീരിയറൊക്കെ നല്ല സ്പേസും ഉണ്ട്.
പക്ഷേ ഈ പിൻഭാഗം ചിലരൊക്കെ ഒരു ഇച്ചിരി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അത് ശ്രദ്ധിക്കപ്പെടാതെ പോയതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ മോഡലുകൾ, ഈ യൂറോപ്യൻ വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്കോഡ ആയാലും ഫോക്സ് വാഗൺ ആയാലും എല്ലാം സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്ന മോഡലൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ പേരുടെ ശ്രദ്ധ അതിലേക്ക് പോയി. അതൊക്കെ ആയിരിക്കാം ഈ രണ്ട് മോഡലുകളും അങ്ങനെ വമ്പൻ വിജയം ആകാതെ പോയത്. എന്തായാലും എനിക്ക് ഈ കാര്യത്തിൽ മണിലാലിനെ സഹായിക്കാൻ തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒരു കാര്യമാണ്. അതായത് ഇത് രണ്ടും ഉപയോഗിക്കുന്നവർ, അതായത് ടാറ്റ സീറയും അതുപോലെ തന്നെ ഈ വിക്ടോറസ് ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു ഇത്രയും കാലം ഓടിച്ചു കഴിയുമ്പോൾ ഒരു അനുഭവം എന്താണ്, ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതായിരിക്കും എളുപ്പം. കാരണം ഇപ്പോൾ എന്നെപ്പോലുള്ളവരൊക്കെ നമുക്ക് വാഹനം തുടക്കത്തിലേ തരുന്നു, കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം പോലും കുറവാണ്, കുറച്ച് നേരത്തേക്ക് കിട്ടുന്നു, അത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഇമ്പ്രഷനാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്ക് മാത്രമേ കൃത്യമായ ഫീഡ്ബാക്ക് പറയാൻ പറ്റും. കൂടെ കിടക്കുന്നവർക്ക് രാപ്പിനെ അറിയാൻ പറ്റുമെന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ അവർക്കായിരിക്കും കൂടുതൽ പറയാൻ പറ്റും. അപ്പം മണിലാലിനെ നമുക്ക് സഹായിക്കാം. ഈ രണ്ട് മോഡലുകൾ ഉപയോഗിക്കുന്നവരെ അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്ന് പറയുക. പിന്നെ സർവീസിൻ്റെ കാര്യം, ടാറ്റ സർവീസിൻ്റെ കാര്യത്തിൽ കുപ്രസിദ്ധമാണെന്നുള്ള ഒരു സംശയമില്ല. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇപ്പം പുതിയ ലെക്സോൺ ടാറ്റയൊക്കെ വന്നപ്പോൾ പലതും വലിയ കുഴപ്പമില്ല പോകുന്നത്. എങ്കിൽ പോലും ടാറ്റയുടെ സ്പെയർ പാർട്സുകൾ കിട്ടാൻ വൈകുന്നു എന്നാണ് ഈ ഡീലർഷിപ്പ് അല്ലെങ്കിൽ സർവീസ് സെൻ്ററുള്ളവർ പറയുന്നത്. 10-14 ദിവസം കൊണ്ടാണ് പൂനെയിൽ നിന്നൊക്കെ ഇവർക്ക് ഈ സ്പെയർ പാർട്സൊക്കെ കിട്ടുന്നതെന്നൊരു പരാതിയാണ് പൊതുവെ സർവീസ് സെൻ്ററുകാർക്കുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വാഹനം പലപ്പോഴും കുറേ ദിവസത്തേക്ക് ടാറ്റയുടെ സർവീസ് സെൻ്ററിൽ കിടക്കേണ്ടി വരുന്നത്. അല്ലാതെ ഞങ്ങളുടെ കുറ്റമല്ല എന്നാണ് സർവീസ് സെൻ്ററുകാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് സ്ട്രീം ലൈൻഡ് ആയി കഴിഞ്ഞാൽ ടാറ്റയുടെ സർവീസ് മോശമല്ലാതെ പോകുമെന്നാണ് വിചാരിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സർവീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹനം വാങ്ങിക്കുമ്പോൾ വലിയ ബഹളവും വെടിക്കെട്ടും ഒക്കെ ആയിട്ട് വാഹനം തന്നിട്ട് കാര്യമില്ല. അതിനുശേഷം വാഹനം സർവീസിന് വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഒരു മാസം സർവീസ് സെൻ്ററിൽ കിടക്കുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വാഹനം മാത്രമുള്ളവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്ത് കിട്ടുക, എത്രയും നന്നായിട്ട് സർവീസ് ചെയ്ത് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ടാറ്റ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും പഴയ ഒരു പ്രശ്നമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. വാഹന കൗതുക വാർത്തയല്ല, ഒരു ദുഃഖ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് BMW ഏറ്റവും മികച്ച മോഡലുകളിലൊന്നായ ഒരു 2 സീറ്റർ കൺവേർട്ടബിൾ മോഡലായ C4, പലരും Z4 എന്നും അതിന് പറയാറുണ്ട്, C4 പ്രൊഡക്ഷൻ നിർത്തി എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ കഥയായിട്ട് അവതരിപ്പിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വാങ്ങിക്കണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളൊരു വാഹനമായിരുന്നു. നമ്മൾ 25 വർഷമായി നമ്മൾ ഓട്ടോമൊബൈൽ ജേർണലിസത്തിൽ 25 വർഷത്തിനിടയിൽ 10,000-കണക്കിന് വാഹനങ്ങൾ ഓടിച്ചെങ്കിലും എനിക്ക് സ്വന്തമാക്കണമെന്ന് എനിക്ക് പണ്ട് തൊട്ട് തോന്നിയൊരു വാഹനമായിരുന്നു BMW C4. ഈ 2010-ലൊക്കെ ഇവിടെ കോയൻകോട് BMW ഡീലർഷിപ്പുള്ള സമയത്ത് അതിൻ്റെ MD ആഷിഖ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ആഷിഖിന് ഒരു ചുവന്ന C4 ഉണ്ടായിരുന്നു. ഞാനതെപ്പോഴും എടുത്തുകൊണ്ട് പോവുകയും ഓടിക്കുകയും ചെയ്താണ് ഞാൻ അതിൻ്റെ അഡിക്റ്റായിട്ട് മാറിയത്. അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് 2-3 വർഷം മുമ്പാണ് ഞാൻ സ്വന്തമായിട്ടൊരു C4 വാങ്ങിച്ചത്. നല്ല രസമുള്ളൊരു മോഡലാണ്. തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ടൗണിലൊക്കെ ഓടിക്കാൻ. ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് പാലക്കാട് വരെ ഓടിച്ചിട്ട് വന്നു. നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. നല്ല ഗംഭീരമായ എൻജിനും നല്ല ഗംഭീരമായ പെർഫോമൻസും ഒക്കെ ഉണ്ട്. തന്നെയല്ല അതിൻ്റെ സോഫ്റ്റ് ടോപ്പും ഹാർഡ് ടോപ്പും ഉണ്ട്. എനിക്ക് സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ഇഷ്ടമല്ല, അതുകൊണ്ട് ഹാർഡ് ടോപ്പാണ് ഞാൻ വാങ്ങിച്ചത്. ഹാർഡ് ടോപ്പിൻ്റെ പ്രശ്നം അതിൻ്റെ ആ ഒരു കൺവേർട്ടിങ് മെക്കാനിസത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ നല്ല പൈസ പോകും. അല്ലെങ്കിൽ തന്നെ നല്ല പൈസ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സർവീസിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും കൂടുതൽ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഈ ഒരു ഹാർഡ് ടോപ്പ് കൺവേർട്ടബിൾ ഉള്ളതുകൊണ്ട് കൂടുതൽ പൈസ അതിനൊക്കെ ആവശ്യം വന്നേക്കാം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. എങ്കിൽ പോലും ഹാർഡ് ടോപ്പ് കൺവേർട്ടബിളിൻ്റെ പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനത് വാങ്ങിച്ചത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വാഹനം നിർത്തിയിരിക്കുകയാണെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണ്. ഡിയർ ഡിപ്പാർട്ടഡ് എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ 1989-ലാണ് ആദ്യമായിട്ട് C4 അല്ലെങ്കിൽ Z4 വിപണിയിലെത്തിയത്. 2026 വരെ നീളുന്ന ജീവിതത്തിൽ 10 ലക്ഷത്തോളം യൂണിറ്റുകളാണ് C4-ൻ്റെ ആയിട്ട് വിറ്റഴിഞ്ഞത്. 2026 മാർച്ചിൽ ഈ 1.5 മാസം മുമ്പ് ഫൈനൽ എഡിഷൻ എന്ന് പറയുന്ന എഡിഷൻ വന്നു. അതോടുകൂടി അദ്ദേഹം വിട പറഞ്ഞ് പോയിരിക്കുകയാണ്. എന്തായാലും അത് സങ്കടകരമായ കാര്യമായി പോയി. അപ്പോൾ എന്താണ് നിർത്തലാക്കിയ C4-ന് പകരം എന്ന് ചോദിച്ചാൽ അതിന് പകരമായിട്ട് വന്നിരിക്കുന്നത് 440i എന്ന് പറയുന്ന മോഡലാണ്. അതൊരു കൺവേർട്ടബിൾ മോഡലാണ്. അത് കമ്പനി അവതരിപ്പിച്ച് കഴിഞ്ഞു. M340i എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് മോഡലിൻ്റെ ഒരു കൺവേർട്ടബിൾ രൂപമായിട്ടാണ് നമുക്ക് 440iയെ കണക്കാക്കാനാവുന്നത്. മുൻഭാഗത്ത് ഏറ്റവും പുതിയ BMW ഏറ്റവും പുതിയ ആ ഒരു ബീവർ ടൂത്ത് എന്ന് പറയുന്ന ഗ്രില്ലാണ്. എനിക്കത് ഇഷ്ടമേ അല്ല എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ്. എനിക്ക് പഴയ കിഡ്നി ഗ്രില്ലായിരുന്നു ഇഷ്ടം. ഇതിൽ അല്പം വലിപ്പം കൂടിയിട്ടൊരു സുഖമില്ലായ്മ അതിനുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എന്തായാലും എൻ്റെ C4-ൽ അതല്ല എന്നുള്ളതിൻ്റെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പറയുന്ന 19 ഇഞ്ചിൻ്റെ അലോയ് വീലുകൾ വീലാർച്ചിൽ അങ്ങനെ ചുറ്റിക്കിടക്കുകയാണ്. ഫുൾ വീലാർച്ച് മൂടിക്കിടക്കുന്ന രീതിയിൽ നിൽക്കുന്നു. C4-ൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4 പേർക്ക് ഇരിക്കുക എന്നുള്ള മറ്റൊരു കാര്യം. അത്
C4ൻ്റെ കാര്യത്തിൽ അതൊരു പരിമിതി തന്നെയാണ്. 2 പേർക്ക് ഇരിക്കാൻ പറ്റും. പിൻഭാഗത്തേക്ക് ഒട്ടും സ്ഥലമില്ല. പക്ഷേ ഇതൊരു 4 പേർക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. 385 ലിറ്റർ ബൂട്ട് സ്പേസ് എന്നിട്ട് പോലും ഉണ്ട്. അതായത് 340 ഐയേക്കാൾ കൂടുതൽ ബൂട്ട് സ്പേസ്, സെഡാനേക്കാൾ കൂടുതൽ ബൂട്ട് സ്പേസ് ഈ ഒരു കൺവെർട്ടിബിൾ കൊടുത്തിട്ടുണ്ട്. 14.9 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും 12.3 ഇഞ്ചിൻ്റെ ഡ്രൈവർ ഡിസ്പ്ലേയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെ ഒന്നിനും യാതൊരു കുറവുമില്ല. 12 സ്പീക്കറിൻ്റെ ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 3 ലിറ്ററിൻ്റെ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 8 സ്പീഡ് CF ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് 4.9 സെക്കൻഡ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എക്സ് ഡ്രൈവ് എന്ന് പറയുന്ന ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. വില പ്രഖ്യാപിച്ചിട്ടില്ല. 1.19 കോടി രൂപയാണ് C4ൻ്റെ വില. ഏതാണ്ട് അതിൻ്റെ വില അതിനേക്കാൾ അല്പം കൂടി കൂടുതൽ വിലയൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും C4ന് വിട പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വാഹന വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വാഹനം വാങ്ങിക്കണമെങ്കിലും നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായെ സമീപിക്കുക. ഏതൊരു വാഹനം അല്ലട്ടെ, ഹുണ്ടായുടെ വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പോപ്പുലർ ഹുണ്ടായെ സമീപിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് പോപ്പുലർ ഹുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 35-ലധികം സെയിൽസ് സെൻറ്റേഴ്സും അതുപോലെ തന്നെ 35ഓളം സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. ഇപ്പോൾ ഏറ്റവും പുതിയ ഐണിക് 5 ഒക്കെ വന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഓടിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് ഓടിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയുക. ബൈജുവൻ നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതെന്ന്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഡീലർഷിപ്പിൻ്റെ പറ്റി എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ സർവീസിനെ പറ്റി പരാതികളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഹ്യുണ്ടായും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു നമ്പർ എന്നാണ് പറയേണ്ടത്. എന്താവശ്യത്തിനും ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയായാലും ഏതൊരു വാഹനവും ഹ്യുണ്ടായുടെ വാഹനവും മോഡലും നിങ്ങൾക്ക് ഓടിക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് വെച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം. ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാകുന്ന നന്ദി. ബൈ.